ഇത്രയും ബലപ്രയോഗം നടത്തി ഒരു പീഡനം നടത്തിട്ട് അതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് തൈരും മീൻകറിയും ചോറും കൂടെ ഇരുന്ന് കുഴച്ചുണ്ണാൻ പറ്റുമോ? ചേടാ, പീഡിപ്പിച്ച പെൺകുട്ടി മുമ്പിലിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇരുന്ന് തൈരും മീൻകറിയൊക്കെ കൂട്ടി ചോറുണ്ണാൻ പറ്റുമോ? ഇത് സംതിങ്. ഈ സിദ്ദിഖിൻ്റെ വിഷയത്തിൽ ആദ്യം തന്നെ ഞാനും ഒരു മുൻകൂർ ജാമ്യം എടുത്തേക്കാം. കാരണം മറ്റൊന്നുമല്ല, സിദ്ദിഖ് പൂർണ്ണമായിട്ടും നിരപരാധിയാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നും കേട്ടു. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കേട്ടതൊന്നും ആയിരിക്കില്ല, അതിനേക്കാളും കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ പോലീസുകാരുടെ കയ്യിലുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ 2 ദിവസമായിട്ട് ഈ സിദ്ദിഖിനെതിരായിട്ട് വന്നിരിക്കുന്ന തെളിവുകൾ എന്ന് പറഞ്ഞാൽ തൈര്, മീൻകറി, ചോറ്, ഡോറ് തുറന്ന് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂള് കാണാം എന്നതൊക്കെയാണ്. ഇതിനകത്തെ ലോജിക്കില്ലായ്മ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിദ്ദിഖിൻ്റെ വിഷയത്തിൽ ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ പോയിന്ന് കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ നടിയുടെ മുൻകാല ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയുണ്ടായി. അതിലും പലരും പറയുന്നുണ്ട്, അതെന്തിനാ അത് പറയുന്നത്, ഇതെന്തിനാ ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വാദിയുടെ ആയാലും പ്രതിയുടെ ആയാലും മുൻകാല ചരിത്രങ്ങളും കാര്യങ്ങളും നോക്കണ്ടേ? കോടതി നോക്കുമല്ലോ. ഈ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാണെന്ന് സമൂഹത്തിന് അറിയണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ചെയ്തത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ സംഭവം എങ്ങനെയാണ്? 2016 നിള തിയേറ്ററിൽ വെച്ച് ഒരു സിനിമയുടെ പ്രിവ്യൂ നടന്നു. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി ബലമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സിദ്ദിഖ് അവിടെ റൂം എടുത്തു എന്നതിന് തെളിവ് പോലീസിന് ലഭിച്ചു. പിന്നെ അടുത്ത ചോദ്യം, ഈ പെൺകുട്ടി എങ്ങനെ അവിടെ ചെന്നു? അച്ഛനും അമ്മയും കൂട്ടുകാരിയുടെ കൂട്ടത്തിലാണ് ആ ഹോട്ടലിൽ ചെന്നതും അവരാണ് സിദ്ദിഖിൻ്റെ റൂമിലിട്ട് കടത്തിവിട്ടതും. അപ്പോൾ മുറിയിൽ വെച്ച് ബലമായി പീഡിപ്പിച്ചു എന്ന് പരാതി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ 8 വർഷമായിട്ടും പരാതി കൊടുത്തില്ല എന്നുള്ളത്. ഈ 2016 ഈ സംഭവം നടന്നതിന് ശേഷം പണ്ടങ്ങാണ്ട് മീറ്റു ആരോപണം വന്നപ്പോഴത്തേക്കും ഈ നടി ഈ സെയിം വിഷയം അവതരിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. പക്ഷേ അവരന്ന് ആ പരാതി ഉന്നയിച്ച് കഴിഞ്ഞപ്പോൾ ആരും അത് കാര്യമാക്കിയില്ല. അത് കോടതിയെ സമീപിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ്, 2 വർഷത്തിന് ശേഷം, അതായത് 2016 ആ പീഡനം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ മീറ്റു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സിദ്ദിഖ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ കേസ് എല്ലാവരും മറന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സിദ്ദിഖ് ആ ഹോട്ടലിൽ വീണ്ടും എത്തുകയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഉപയോഗിച്ച് അവിടുത്തെ ലെഡ്ജറിലെ കാര്യങ്ങൾ തിരുത്തുകയോ അല്ലെങ്കിൽ ഈ തൈരും മീൻകറിയും ചോറും കഴിച്ചതിൻ്റെ ബില്ല് നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ? എന്തുകൊണ്ട് ചെയ്തില്ല? ഇത്രയും സമയം കിടക്കുമല്ലായിരുന്നോ? അതന്ന് നശിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേസുമായിട്ട് വരുമ്പോൾ ഈ തെളിവുകളൊന്നും കിട്ടത്തില്ലായിരുന്നല്ലോ. എൻ്റെ പൊന്ന് സിദ്ദിഖിക്ക് അത് ചെയ്യാൻ മേലായിരുന്നോ? പിന്നെ മറ്റൊരു ശക്തമായ തെളിവാണ് ആ ഹോട്ടലിലെ ആ റൂമിലെ ജനലിലൂടെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാം എന്നുള്ളത്. ഇതൊരു ശക്തമായ തെളിവാണോ? അതേസമയം സിദ്ദിഖിൻ്റെ സ്വന്തം വീടിൻ്റെ ഏതെങ്കിലും ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോഴത്തേക്ക് ഇന്ന പോലത്തെ ഇന്ന സംഭവം കാണാം എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു രസമുണ്ട്. അതേസമയം ഇതൊരു ഹോട്ടലല്ലേ. ഈ ഹോട്ടലിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആർക്ക് വേണമെങ്കിലും വരികയോ ആ റൂമിൽ കയറി നോക്കുകയോ അതിനകത്തൂടെ നോക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം കാണാമെന്നോ പലർക്ക് വേണമെങ്കിലും പറയാമല്ലോ, അല്ലേ? പിന്നെ ചോറും തൈരും മീൻകറിയും ആ നടി പറയുന്നത് നമുക്കൊന്നുകൂടെ ഒന്ന് കേൾക്കാം. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ചൊരു മനുഷ്യൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ അറ്റാക്ക് നടന്നതിന് ശേഷം ഈ നടിയുടെ ഫ്രണ്ടിലിരുന്ന് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച് തിന്നു. അല്ല, ഈ ചോറും തൈരും മീൻകറിയും കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുമായിരുന്നോ? അതോ സിദ്ദിഖ് മാത്രം കഴിച്ചപ്പോഴത്തേക്ക് ഈ നടി ഫ്രണ്ടിൽ ഇങ്ങനെ ചുമ്മാ നോക്കിയിരിക്കുകയായിരുന്നു? ഇത്രയും ബലപ്രയോഗം നടത്തി ഒരു പീഡനം നടത്തിട്ട് അതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് തൈരും മീൻകറിയും ചോറും കൂടെ ഇരുന്ന് കുഴച്ചുണ്ണാൻ പറ്റുമോ? അത് ഒരാൾ നോക്കിയിരിക്കുമ്പോഴത്തേക്കും. ചേടാ, പീഡിപ്പിച്ച പെൺകുട്ടി മുമ്പിലിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇരുന്ന് തൈരും മീൻകറിയൊക്കെ കൂട്ടി ചോറുണ്ണാൻ പറ്റുമോ? ഇത് സംതിങ്. ഈ പീഡനം നടന്നതിന് ശേഷം റൂമിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കൂട്ടുകാരിക്കും ആർക്കും യാതൊരു അസ്വാഭാവികതയും തോന്നിയില്ലേ? പിന്നെ സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടുകാരും എല്ലാവരും നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലല്ലോ, അവർ ആ ഹോട്ടലിൽ കിടന്നെങ്കിലും ഒന്ന് ബഹളം ഉണ്ടാക്കുകയല്ലേ. ഈ സംഭവത്തിന് ശേഷം യുവതി ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന്. അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ? ഭയങ്കരം തന്നെ. എന്തൊക്കെയായാലും സിദ്ദിഖ് ശരിക്കും പെട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, യുവതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന്
കോടതി ശരിവെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം ഒരേ ഡേറ്റിൽ ഒരേ സമയത്ത് ഓരോ ഹോട്ടലിൽ 2 പേരുണ്ടായിരുന്നത് കൊണ്ടും ഈ തൈരും മീൻകറിയും കൂട്ടി ചോറുണ്ടത് കൊണ്ടും പീഡിപ്പിച്ചു എന്നുള്ളതിന് തെളിവൊന്നും അല്ലല്ലോ. പിന്നെ ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഏകദേശം അവർ പറഞ്ഞതെല്ലാം ഒത്തു വരുമ്പോഴത്തേക്കും ആണുങ്ങൾ ഉറപ്പായിട്ടും കുടുങ്ങും. പിന്നെ ഇത് അങ്ങനെയല്ല, ഞങ്ങളവിടെ സംസാരിച്ചിരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഉണ്ടായെന്നുള്ളതിന് ഈ സിദ്ദിഖ് വേണം ഇനി തെളിയിക്കാൻ. അതാണ് ഇവിടുത്തെ നിയമം. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് പീഡനം തന്നെയാണോ എന്ന് ആർക്കറിയാം. ഒന്നും മേലാത്ത സ്ഥിതിയായിപ്പോയി. കുടുങ്ങിയെന്ന് കൂട്ടിയാൽ മതി.